പറഞ്ഞ സമയത്ത് റിലീസാകാതിരിക്കുക, ഇന്റർനെറ്റിൽ മുഴുവൻ സിനിമയും ലീക്ക് ആവുക. മറ്റേതൊരു നടനാണെങ്കിലും ഈ സമയത്ത് OTT റിലീസിനാകും പ്രാധാന്യം നൽകുക. അവിടെയാണ് വിജയ് എന്ന സൂപ്പർ താരം മാറി ചിന്തിച്ചത്. എത്ര പ്രതിസന്ധിയിൽപ്പെട്ടാലും തന്നെ കാണാൻ തിയേറ്ററുകളിൽ ആരാധകക്കൂട്ടം എത്തുമെന്ന് ഉറപ്പുള്ള മറ്റൊരു താരം ഇന്ത്യൻ സിനിമയിലില്ല. ഫാനിസത്തിനപ്പുറം ജനനായകൻ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുമെന്ന് തീരുമാനിച്ചതും ഈയൊരു ആരാധക പിന്തുണ കാരണമാണ്. അതിനുമപ്പുറം ഇനി ഇതുപോലൊരു വിജയ് സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനാകില്ലെന്ന തിരിച്ചറിവ് കൂടിയാണ് ജനനായകൻ കാണാൻ പ്രേരിപ്പിച്ചത്. വിജയ് എന്ന താരം സിനിമയിൽ ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് ചെറുതല്ല. സിനിമാ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ അവസാന സിനിമയായി തിരഞ്ഞെടുത്തത് ഒരു റീമേക്കാണ്. ബാലകൃഷ്ണയുടെ അപാര സ്ക്രീൻ പ്രസൻസും സ്വാഗും കൊണ്ട് ഗംഭീര എക്സ്പീരിയൻസ് സമ്മാനിച്ച ഭഗവന്ത് കേസരി വിജയ് എങ്ങനെ ചെയ്യുമെന്നായിരുന്നു കരുതിയത്. ഏതെങ്കിലും ഒറിജിനൽ സ്ക്രിപ്റ്റ് സിനിമയാക്കിയാൽ പോരെ എന്ന് ആരാധകരിൽ പലരും ചോദിച്ചിരുന്നു. ഭഗവന്ത് കേസരിയെ തെറ്റില്ലാത്ത വിധം റീമേക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. റീമേക്ക് എന്നതിനേക്കാൾ റീക്രിയേറ്റ് എന്ന് പറയുന്നതാകും കുറച്ചുകൂടി നല്ലത്. ഒറിജിനൽ സീനിനെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തത് കൊണ്ട് വലിയ മോശമായി തോന്നിയില്ല. ബാലകൃഷ്ണയും ശ്രീലീലയും ഒത്തുള്ള സീനുകളിൽ വിജയുടെയും മമിതയുടെയും ഫിൽട്ടർ വെച്ച പോലെയായിരുന്നു പല സീനുകളിലും. എന്നാൽ ഇരുവരുടെയും പെർഫോമൻസ് കാരണം അതൊന്നും കല്ലുകടിയെ തോന്നിയില്ല. സംവിധായകൻ പ്രൊമോഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഭഗവന്ത് കേസരിയുടെ 50% മാത്രമേ റീമേക്ക് ചെയ്തിട്ടുള്ളൂ. സിനിമയിൽ നല്ലതെന്ന് തോന്നിയത് ആ 50%. വില്ലന്റെ മോട്ടീവ്, വിജയുടെ പൊളിറ്റിക്സ് എന്നിവ കയറിയപ്പോൾ സിനിമ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം. ഭഗവന്ത് കേസരിയിലെ ഫ്ലാഷ് ബാക്ക് അതേപടി എടുത്തു വെക്കാതെ വിജയുടെ PR ടീം നൈസായി ചില പ്രൊപ്പഗണ്ടകൾ കുത്തിക്കയറ്റിയിട്ടുണ്ട്. തലമുറകളായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന കുടുംബം, വലിയ ജനപിന്തുണയുള്ള പാർട്ടിയുടെ നേതാവ്, അയാൾക്ക് ശേഷം അധികാരത്തിൽ വരാനിരിക്കുന്ന മകൻ എന്നിവരെ വിജയ് എതിർത്ത് നിൽക്കുമ്പോൾ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം. ദുരന്തർ 2 ശേഷം ഇത്രയും പ്രൊപ്പഗണ്ട വേറെങ്ങും കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഇതൊരു നല്ല പൊളിറ്റിക്സ് ആണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. നാട്ടിൽ എല്ലാ മതങ്ങളെയും തമ്മിലടുപ്പിച്ച് ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും അതിനുശേഷം ഏകാധിപതിയാകാനും ശ്രമിക്കുന്ന ആളാണ് പ്രധാന വില്ലനായ ജോൺ ഹിംലർ. ഇത്രയും വിവരം കെട്ട പ്ലാനുള്ള ഒരു വില്ലൻ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ബോബി ഡിയോളിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടിട്ടുണ്ട്. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഒക്കെ MGRന്റെ കാലത്ത് തന്നെ ഔട്ട്ഡേറ്റഡ് ആയതാണ്. എന്നിരുന്നാലും ഒരു വിജയ് സിനിമയിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാ എലമെന്റുകളും ജനനായകനിലുണ്ട്. അതിഗംഭീര ഇൻട്രോ, തീപ്പൊരു ഫൈറ്റ്, ഞെരിപ്പൻ പഞ്ച് ഡയലോഗ്, കണ്ണു നനയിക്കുന്ന ഇമോഷണൽ സീനുകൾ, അങ്ങനെ കൃത്യമായ പാക്കേജ് ഈ സിനിമയിലുമുണ്ട്. എല്ലാം കൃത്യമായി വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വന്ന വിജയ് 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 അവസാന സിനിമയിൽ അഴിഞ്ഞാടിയിട്ടുണ്ട്. ദളപതി വെട്രി കൊണ്ടാൻ എന്ന ടിപ്പിക്കൽ ഹീറോ റോള് വിജയ് ഗംഭീരമാക്കി. ഡാൻസ്, ഫൈറ്റ്, ഇമോഷണൽ സീൻ തുടങ്ങി ഓൾ ഏരിയ ദളപതി ഡൊമിനേഷൻ തന്നെയായിരുന്നു. വൺ ലാസ്റ്റ് ഡാൻസ് പോർഷനിൽ പ്രായത്തെ വെല്ലുന്ന ഗ്രേസും സ്ക്രീൻ പ്രസൻസുമായിരുന്നു അദ്ദേഹത്തിന്. ആരാധകരെ കോരിത്തരിപ്പിക്കാൻ ഇനിയൊരു വരവുണ്ടാകില്ലെന്നറിയുമ്പോൾ ചെറിയൊരു വിഷമം മാത്രം. വിജയ്ക്ക് ശേഷം ഈ സിനിമയിൽ നിറഞ്ഞു നിന്നത് മലയാളികളുടെ സ്വന്തം മമിത ബൈജു ആണ്. വിജയ്ക്കൊപ്പം ആടിയും പാടിയും ഫൈറ്റ് ചെയ്തും മമിത നിറഞ്ഞു നിന്നു. ഒരു മലയാളി നടിക്ക് ഇനി ഇതിലും ഗംഭീര ചാൻസ് കിട്ടാനില്ല. അത്രയേ മമിതയെക്കുറിച്ച് പറയാനുള്ളൂ. മമിതയുടെ ചെറുപ്പകാലം ചെയ്ത ലിതന്യയും കണ്ണും മനസ്സും നിറച്ചു. ഐ ക്യാൻഡി ഹീറോയിനപ്പുറം പൂജ ഹെഗ്ഡെയ്ക്ക് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മറ്റ് സിനിമകളിൽ നായികയ്ക്കൊപ്പം ഒരു ഡ്യുവറ്റെങ്കിലും വിജയ് ചെയ്യാറുണ്ട്. ഇവിടെ അതുമുണ്ടായില്ല. എന്നിരുന്നാലും എല്ലാ സീനിലും വിജയുടെ കൂടെ പൂജയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു വില്ലനും ഇത്ര മോശം ഫ്ലാഷ് ബാക്കും മോട്ടീവും കൊടുക്കരുതെന്ന് ബോബി ഡിയോളിനെ കണ്ടപ്പോൾ തോന്നിപ്പോയി. ഭഗവന്ത് കേസരിയിലെ അർജുൻ റാംപാലിന്റെ കഥാപാത്രം തമിഴിലേക്ക് എത്തിയപ്പോൾ വികലമായി. മക്കൾ രാഷ്ട്രീയം കൊണ്ട് എല്ലാ കാലവും അധികാരം കൈപ്പിടിയിൽ വെക്കുന്ന രാഷ്ട്രീയ നേതാവായാണ് പ്രകാശ് രാജ് വേഷമിട്ടത്. മെയിൻ വില്ലനേക്കാൾ മെച്ചമെന്ന് തോന്നിയ സൈഡ് വില്ലനായിരുന്നു പ്രകാശ് രാജിന്റെ റോജ രംഗസ്വാമി. ഗൗതം വാസുദേവ് മേനോൻ, നരേൻ എന്നിവർ ദേ പോയി ദാ വന്നു ടൈപ്പ് കഥാപാത്രങ്ങളായിരുന്നു ചെയ്തത്. രേവതി, റേച്ചൽ റെബേക്ക എന്നിവർ മികച്ചതായിരുന്നു. സിനിമയിലെ മറ്റൊരു പോസിറ്റീവായിരുന്നു അനിരുദ്ധിന്റെ സംഗീതം. സൂപ്പർ താര സിനിമയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ തനിക്കാകുമെന്ന് അനി ഒരിക്കൽ കൂടി തെളിയിച്ചു. BGMകളായാലും പാട്ടുകളായാലും ഗംഭീരമായിരുന്നു. എന്റെ ക്രെഡിറ്റിൽ അനിരുദ്ധിന്റെ ശബ്ദത്തിൽ വന്ന പാട്ട് സിംപ്ലി സൂപ്പർ. സത്യൻ സൂര്യന്റെ ഛായാഗ്രഹണവും തരക്കേടില്ലായിരുന്നു. വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ ഓറ കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. 3 മണിക്കൂറുള്ള സിനിമയെ വെട്ടിയൊതുക്കിയത് പ്രദീപ് രാഘവനാണ്. കട്ടുകളും നന്നായിരുന്നു. കുറച്ചധികം പൈസ മുടക്കി നല്ലൊരു VFX കമ്പനിയെ CGI ചെയ്യാൻ ഏൽപ്പിച്ചുകൂടെ എന്ന്
സിനിമ കണ്ടപ്പോൾ തോന്നിപ്പോയി. വല്ല വീഡിയോ മറ്റോ ആണോ കാണുന്നതെന്ന് പല സീനിലും ചിന്തിച്ചു. അത്രമാത്രം മോശം VFX ആയിരുന്നു സിനിമയിൽ. ഒറിജിനലാണെന്ന് ഒരിടത്തും തോന്നിക്കാത്ത സെറ്റുകളും സിനിമാറ്റിക് ഫീല് സമ്മാനിച്ചു. ഇത്രയും നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് ജനനായകൻ. ഫാൻസിനൊപ്പം ഇരുന്ന് കൈയടിച്ച് വിസിലടിച്ച് ആർപ്പ് വിളിച്ച് എൻജോയ് ചെയ്യാൻ ഇനിയൊരു വിജയ് സിനിമ ഉണ്ടാകില്ല. മുറൈതാൻ ഒരു മുറൈതാൻ ഉന്നി പാർത്താൽ അത് വരമേ.